ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെറിപ്പഴം എങ്ങനെയാണ് പഞ്ചസാര സിറപ്പിലിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായി കുറച്ച് ഞാൻ വലിച്ചെടുത്തിട്ട് വന്നാണ്. ഇനി ഇതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ കറ കളഞ്ഞെടുക്കണം. ഒരു 4-5 പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം. ഈ ഞെട്ടി കളഞ്ഞ് ഇതെല്ലാം അതുപോലെ ഞെട്ടി കളഞ്ഞ് വൃത്തിയാക്കണം. ഇതിലെ വെള്ളം നിറം കാണുന്നതിനൊക്കെ ഞാൻ അച്ചാറുണ്ടാക്കാനെടുക്കും. ബാക്കി പഞ്ചസാര സിറപ്പിലിട്ട് നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഈ ഒഴുകുന്ന വെള്ളത്തിൽ തന്നെ ഇട്ട് കഴുകി വൃത്തിയാക്കണം. അതിന് ശേഷം ഞെട്ടി കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. നല്ലപോലെ കഴുകിയതിലത്തെ പാൽക്കറയെല്ലാം ഞാൻ കളഞ്ഞ ശേഷം ഇതിനകത്തെ വിത്തെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനകത്തുള്ള വിത്തുകളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത ശേഷം ഞാനിത് വിനാഗിരി ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്ന് മുഴുവൻ ഇത് വിനാഗിരി ഇരിക്കണം. നാളെ ഈ നേരത്തെ എടുത്തിട്ട് നമുക്കിത് പഞ്ചസാര സിറപ്പിലിടാം. ഈ ചെറി ഞാൻ കുരു കളഞ്ഞ് വിനാഗിരി ഇട്ട് വെച്ചൊരു 12 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ശരിയായിട്ടുണ്ട്. ഞാൻ അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം, 200-400 മില്ലി വെള്ളം വെച്ചിട്ട് അതിലേക്ക് 1/2 കിലോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര ഇതിലൊന്ന് മെൽട്ടായി വരട്ടെ. പഞ്ചസാര മുഴുവൻ മെൽട്ടായിട്ടുണ്ട്. ഇത് നൂൽപ്പരുവൊന്നും ആവണ്ട, ഇതിങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് ഈ ചെറി ചേർത്ത് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവരിതിൽ കളറൊക്കെ ചേർത്താറുണ്ട്. നമുക്കിതിലിപ്പോൾ കളർ ചേർത്തേണ്ട ആവശ്യമില്ല. ഒരു 2 നിമിഷം ഇതിൽ കിടന്ന് വേവട്ടെ. ഇപ്പോൾ തുറന്ന് നോക്കാം. ഇതാ ഒന്ന് തളകൂട്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് വയ്ക്കാം. ഇതിൽ കാണുന്ന ഈ വെള്ളം, ഈ പഞ്ചസാര പാവം മാത്രം ഇതിലേക്ക് കുടിക്കേണ്ടതാണ്. അതിപ്പോൾ ആവില്ല. ഇന്ന് നമ്മളതിനെ ആക്കി എടുത്ത് ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ ബാക്കി പ്രക്രിയകളൊക്കെ നാളെയാണ്. ഞാനിത് ചെറിയിട്ട് വെച്ച പഞ്ചസാര സിറപ്പാണ്. ഞാൻ ഇന്നലെ ഇത് ചെയ്തു. ഇത് 3ാമത്തെ ദിവസമാണ്. ആ സിറപ്പിൽ നിന്ന് ആ ചെറിയ മാറ്റി വെച്ചിട്ട് ആ സിറപ്പ് 2 ദിവസം ഇതുപോലെ തിളപ്പിച്ച് അതിന് ശേഷം ഈ ചെറിയ വീണ്ടും ഈ ഇലയ്ക്ക് ഇട്ട് കൊടുക്കണം. ഇത് 3ാമത്തെ ദിവസമാണ്. ഇന്നും കൂടി ഇട്ടൊന്ന് വെച്ചാൽ മതി. ഇനി ഒന്ന് തിളപ്പിക്കുകയൊന്നും വേണ്ട. ഈ തിളപ്പിച്ച സിറപ്പിലേക്ക് ഒന്ന് ഇട്ട് വെക്കുക. ഞാൻ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ നേച്ചുറൽ കളറാണ്. ഇത് ഇനി തണുത്ത ശേഷം നനവില്ലാത്ത ജാറിലേക്കോ ഭരണിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. വർഷങ്ങളോളം ഇത് കേടുവരാതെ ഇരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടയിൽ നിന്ന് നല്ല വില കൊടുത്ത് വാങ്ങുന്ന സാധനമാണിത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.